തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാനുള്ള CPIM നീക്കത്തോട് ഇടഞ്ഞ് ആന്റണി രാജു. തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകില്ലെന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയിൽ CPIM ഔദ്യോഗികമായി അറിയിക്കും. മന്ത്രി വി ശിവൻകുട്ടിക്ക് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേക ചുമതലയും CPIM നൽകിയിട്ടുണ്ട്. MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കാൻ CPIM തീരുമാനിച്ചത്. തനിക്ക് മാത്രമാണ് അയോഗ്യതയെന്നും ജനാധിപത്യ കേരള കോൺഗ്രസിന് അയോഗ്യതയില്ലെന്നുമുള്ള വാദവുമായി സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് ആന്റണി രാജു. പാർട്ടി പ്രതിനിധിയായി മറ്റാരെങ്കിലും മത്സരിപ്പിക്കാൻ ആന്റണി രാജു കരുനീക്കം നടത്തി തുടങ്ങിയതോടെ മന്ത്രി വി ശിവൻകുട്ടിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രത്യേക ചുമതല CPIM നൽകി. മണ്ഡലത്തിൽ ഇടതുമുന്നണി നടത്തിയ വികസന ജാഥയുമായി ജനാധിപത്യ കേരള കോൺഗ്രസ് സഹകരിച്ചില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ കൈമാറാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ ഓഫീസും തയ്യാറായതുമില്ല. ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ അടുത്തയാഴ്ച നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുക്കുകയാണെന്ന് ഔദ്യോഗികമായി അറിയിക്കാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റിനുള്ള അവകാശവാദത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കും. അനുനയത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തിന് പകരം മറ്റേതെങ്കിലും സീറ്റ് നൽകുന്നത് പരിഗണിക്കാമെന്ന നിലപാടാകും CPIM ഉഭയകക്ഷി ചർച്ചയിൽ സ്വീകരിക്കുക. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.